ഹലോ എവരിവൺ. ഇന്ന് നമ്മളുടെ ഐസറുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ്, ഐസർ അഡ്മിഷൻ ടെസ്റ്റ് IATയുടെ റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇനി അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ചും അതുപോലെ തന്നെ കൗൺസിലിംഗ് പ്രോഗ്രാം, കൗൺസിലിങ്ങിൻ്റെ ഒക്കെ പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ്, അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ്ലി ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഗൈഡ് ലൈൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇന്നാണ് റിസൾട്ട് അനൗൺസ് ചെയ്തത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ഗൈഡാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഇന്ന് റിസൾട്ട് ഡേയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ വന്ന റിസൾട്ട് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ എവിടെ നിന്നാണ് നമ്മളുടെ റിസൾട്ട് കിട്ടുകയെന്ന് ചോദിച്ചാൽ, ഐസർ അഡ്മിഷൻ പോർട്ടലിൽ നമ്മൾ ലോഗിൻ ചെയ്യണം. അത് നമ്മളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് ആയിട്ടുള്ള യൂസർ നെയിം അതുപോലെ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ ഒരു PDF ആണ് നമുക്ക് കിട്ടുക. അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്കും അതുപോലെ നിങ്ങളുടെ കാറ്റഗറി റാങ്കും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും നല്ലൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള നമ്മളുടെ ഈ PDF ഉണ്ടല്ലോ, നമ്മുടെ സ്കോർ കാർഡ്, അത് പ്രിന്റ് ഔട്ട് ചെയ്ത് വെക്കുന്നതാണ്. ഇപ്പൊ ഒന്നും ആവശ്യം വരുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിന് ആവശ്യം വരുന്നതാണ്. ഇനി രണ്ടാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ചോയ്സ് ഫില്ലിംഗ് പ്രോസസ് ആണ്. കൗൺസിലിംഗ് നമുക്കറിയാം, ഐസറിലേക്കുള്ള കൗൺസിലിംഗ് നടക്കുന്നത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടാണ്. നമ്മൾ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം, റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചോയ്സ് ഫില്ലിംഗ് ആണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ ഐസർ അഡ്മിഷൻ പോർട്ടലിൽ നമ്മൾ ലോഗിൻ ചെയ്യണം. അതുപോലെ നമ്മളുടെ ഒരു പ്രിഫറൻസ് ഓർഡർ നമ്മൾ കൊടുക്കണം. അതായത് നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ള ഐസറുകൾ ഓർഡറിൽ നമ്മൾ എഴുതണം. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഐസർ തിരുവനന്തപുരം, അത് ആദ്യത്തെ പ്രയോറിറ്റി ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂനെ, തിരുപ്പതി, കൊൽക്കത്ത, മൊഹാലി, ബർഹംപൂർ, ഭോപ്പാൽ, അങ്ങനെ നമുക്ക് പോവാൻ താല്പര്യമുള്ള ഏറ്റവും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന ഐസറുകൾ ഓർഡറിൽ എഴുതണം. ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഡെഡ് ലൈൻ ഉണ്ട് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഐസറിന്റെ കൗൺസിലിങ്ങിനുള്ള ഒരു പ്രത്യേകതയായിട്ട് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് വെബ്സൈറ്റിൽ, ഒരു കാരണവശാലും അറ്റ് എനി കോസ്റ്റ് അവരുടെ ഡെഡ് ലൈൻ ഒരിക്കലും എക്സ്റ്റെൻഡ് ചെയ്യില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ഡെഡ് ലൈൻസും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. അതിനുവേണ്ടി എപ്പോഴും നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ജൂൺ 25, അതായത് ഇന്നാണ് റിസൾട്ട്, IATയുടെ റിസൾട്ട് അനൗൺസ് ചെയ്തത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തത്. അതിനുശേഷം നാളെ ജൂൺ 26 മുതൽ ജൂലൈ 1 വരെ രജിസ്ട്രേഷൻ, അതായത് കൗൺസിലിംഗ് പ്രോസസ്സിന്റെ രജിസ്ട്രേഷൻ ആയിരിക്കും നടക്കുക. മീനിങ് അപ്പോഴാണ് നമുക്ക് ചോയ്സ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാവുക. ഇനി ജൂലൈ 2 മുതൽ ജൂലൈ 5 വരെ ആയിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്തു വെച്ച ഡോക്യുമെന്റ് എല്ലാം ക്രോസ് ചെക്ക് ചെയ്യുന്ന, വെരിഫൈ ചെയ്യുന്ന സമയമാണ് ജൂലൈ 2 മുതൽ ജൂലൈ 5 എന്ന് പറയുന്നത്. അങ്ങനെ ജൂലൈ 7-ാം തീയതി ഫസ്റ്റ് അഡ്മിഷൻ ഓഫറിന്റെ, ഫസ്റ്റ് റൗണ്ടിന്റെ അഡ്മിഷൻ ഓഫർ വന്നു തുടങ്ങും. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു തുടങ്ങും. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് സീറ്റ് അലോട്ട്മെന്റ് പ്രോസസ്സാണ്. നിങ്ങൾ അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഐസറിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഐസറിൽ നിന്ന് ഓഫർ ലെറ്റർ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി എന്തിന്റെ ബേസിലാണ് നമ്മളുടെ ഈ അലോട്ട്മെന്റ് നടക്കുക എന്ന് ചോദിച്ചാൽ, കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ നമ്മളുടെ മെറിറ്റ് ആണ് അല്ലേ. ഒരു മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും. അതായത് IATക്ക് നമ്മൾ സ്കോർ ചെയ്ത മാർക്ക്, നമ്മൾ കൊടുത്ത പ്രിഫറൻസ്, അങ്ങോട്ടേക്ക് വരുന്ന ഡിമാൻഡ്, ഇതിനെല്ലാം കൺസിഡർ ചെയ്തിട്ട് തയ്യാറാക്കിയ ഒരു മെറിറ്റ് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ഏത് കോളേജാണ് എന്നുള്ളത് അലോട്ട് ചെയ്ത് കിട്ടുക. ഇനി എങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടോ എന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുക എന്ന് ചോദിച്ചാൽ, അത് നിങ്ങൾക്ക് 2 രീതിയിൽ കിട്ടും. അതായത് ഒന്നെങ്കിൽ ഐസറിന്റെ അഡ്മിഷൻ പോർട്ടൽ ത്രൂവും കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇമെയിലിലേക്ക് ഇമെയിൽ ചെയ്തിട്ടും കിട്ടുന്നതായിരിക്കും. സോ അപ്പൊ നിങ്ങൾ കോൺസ്റ്റന്റ്ലി ഇമെയിൽ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഡ്മിഷൻ പോർട്ടലും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അങ്ങനെ ഒരു ഓഫർ ലെറ്റർ നിങ്ങൾക്ക് കിട്ടിയാൽ, നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കോളേജിലാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ആ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ഡെഡ് ലൈൻ ഉണ്ടായിരിക്കും. ആ ഡെഡ് ലൈനിന്റെ മുന്നേ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഫർദർ ഉള്ള യാതൊരുവിധ അലോക്കേഷനും അല്ലെങ്കിൽ അടുത്ത കൗൺസിലിംഗ് റൗണ്ട്സിനൊന്നും നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം. അപ്പൊ ഞാൻ എഗെയിൻ പറയാണ്, എല്ലാ ഡെഡ് ലൈൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി നിങ്ങൾക്ക് നല്ലൊരു കോളേജിലാണ് കിട്ടിയത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോളേജിലാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ കിട്ടിയ ഓഫർ അക്സെപ്റ്റ് ചെയ്യുക, അക്സെപ്റ്റൻസ് ഓഫ് ദ സീറ്റ് ആണ്. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫീസ് കൊടുക്കണം. ആ ഫീസിന്റെ പേരാണ് സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ്. അത് 35,000 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള കാറ്റഗറിക്ക്. ഇനി റിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ 17,500 രൂപയാണ് സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ്. ഈ ഫീസും എല്ലാം ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഒരിക്കലും ഒരു ഓഫ്ലൈൻ മോഡില് കൗൺസിലിംഗ് പ്രോസസ്സിൽ യാതൊരു കാര്യവും നടക്കുന്നില്ല. ഇനി നിങ്ങൾ ഡെഡ് ലൈൻ വരെ യാതൊരു ആക്ഷനും എടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ റിജക്റ്റ് ബട്ടൺ അപ്ലൈ ചെയ്യുകയാണെങ്കിലോ, പോർട്ടലിൽ ഒരു റിജക്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും, അത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ നിങ്ങൾ അടുത്ത ഒരു റൗണ്ടിലേക്കും അടുത്ത അലോക്കേഷൻ റൗണ്ടിലേക്കും ഒന്നും കൺസിഡർ ചെയ്യുന്നതായിരിക്കില്ല. അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കില്ല. ഇനി കൗൺസിലിംഗിലേക്ക് എൻ്റർ ചെയ്യേണ്ട ആളുടെ മുന്നിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്രീസ്, രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഫ്ലോട്ട്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു കോളേജ് കിട്ടിയിട്ടുണ്ട്. ആ കോളേജ് നമ്മൾ ഒരു സീറ്റ് അക്സെപ്റ്റൻസ് ഫീ ആയിട്ടുള്ള 35,000 രൂപ കൊടുത്തിട്ട് അത് ഉറപ്പിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം 2 ഓപ്ഷൻ ആണുള്ളത്. ഞാൻ ആദ്യം പറയാൻ പോകുന്നത് എന്താണ് ഫ്രീസ് ഓപ്ഷൻ എന്നാണ്. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു പ്രയോറിറ്റി ഓർഡർ കൊടുത്തത് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഐസർ തിരുവനന്തപുരം, രണ്ടാമത്തെ പ്രയോറിറ്റി ഐസർ പൂനെ ആയിരുന്നു. എൻ്റെ മൂന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഐസർ തിരുപ്പതി ആണെന്നുള്ളത് ഒരു എക്സാമ്പിൾ എടുക്കാം. അതിൽ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ സമയത്ത് എനിക്ക് ഐസർ തിരുപ്പതി കിട്ടി, എൻ്റെ 3rd പ്രിഫറൻസ് കിട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആദ്യം ഒരു 35,000 രൂപ കൊടുത്തിട്ട് അത് എടുക്കണം, ശരിയല്ലേ? അപ്പം അതിന്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്രീസ് ആണ്. എനിക്ക് തിരുപ്പതി തന്നെ മതി എന്ന് ഞാൻ എൻ്റെ മൈൻഡിൽ സെറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തിരുപ്പതി ലോക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഫ്രീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓക്കെ, ഇനി അല്ല, സ്വാഭാവികമായിട്ടും എൻ്റെ മുകളിൽ 2 പ്രയോറിറ്റിയും കൂടെ ഉണ്ട്. ഐസർ പൂനെയുണ്ട് ആൻഡ് ഐസർ തിരുവനന്തപുരം ഉണ്ട്, ശരിയല്ലേ? അപ്പൊ അതിലേക്കും നെക്സ്റ്റ് കൗൺസിലിംഗ് റൗണ്ട്സിലേക്ക് എന്നെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഞാൻ കൊടുക്കേണ്ട ഓപ്ഷനാണ് ഫ്ലോട്ട്. അതായത് ഹയർ പ്രിഫറൻസിലേക്ക് എന്നെ അടുത്ത റൗണ്ടിലേക്ക് എന്നെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലോട്ട് കൊടുക്കും. ഈ ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് ആദ്യം ഒരു ഓഫർ ലെറ്റർ കിട്ടിയാൽ, ഫസ്റ്റ് കൗൺസിലിംഗിന് തന്നെ നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ കിട്ടിയാൽ അതിന്റെ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളെ ഫ്ലോട്ടിലേക്ക് കൺസിഡർ ചെയ്യും. ഇനി ആ കിട്ടിയ ഐസർ തന്നെ വേണമെന്ന് കൺഫേം ചെയ്യാനാണ് നിങ്ങൾ ഫ്രീസ് കൊടുക്കേണ്ടത്. ഓട്ടോമാറ്റിക്കലി ഫീസ് അടച്ചാൽ ഫ്ലോട്ടിംഗ് ആണ് സംഭവിക്കുക. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സബ്സീക്വന്റ് ആയിട്ടുള്ള റൗണ്ട്സിൽ, അതായത് ഇനി മുന്നോട്ട് പോകുന്ന അലോക്കേഷൻ റൗണ്ട്സിൽ, ഇപ്പം എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഞാൻ പറഞ്ഞു 3ാമത്തെ ആളായിരുന്നു തിരുപ്പതി. എനിക്ക് ഫസ്റ്റ് അലോക്കേഷൻ അവിടെയാണ് കിട്ടിയത്. എൻ്റെ മുകളിൽ ഐസർ പൂനെയും ഉണ്ട്, അതിൻ്റെ ഐസർ തിരുവനന്തപുരം ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഐസർ തിരുവനന്തപുരം ഐസർ പൂനെയും അവിടെ കംപ്ലീറ്റ്ലി ഫില്ലായി കഴിഞ്ഞു എന്ന് വിചാരിക്കുക. എങ്കിൽ എനിക്ക് പിന്നെ അടുത്ത റൗണ്ട് അലോക്കേഷൻ ഉണ്ടായിരിക്കില്ല, അടുത്ത റൗണ്ട് കൗൺസിലിംഗ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, കാരണം എന്താ? ഐസറിൽ തിരുവനന്തപുരം പൂനെ ഓൾറെഡി കംപ്ലീറ്റ് ആയി. അതോടുകൂടിയിട്ട് ഞാൻ തിരുപ്പതിയിൽ ഫിക്സ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത ഹയർ പ്രിഫറൻസിൽ എനിക്ക് ചാൻസ് ഇല്ല. അപ്പൊ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസും കൂടെ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞത്. ഇനി നമുക്ക് കിട്ടിയ ഈ അഡ്മിഷൻ ഓഫറിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഇത് തീർച്ചയായിട്ടും പ്രൊവിഷണൽ ആയിട്ടുള്ള ഒരു ഓഫറാണ്. അതായത് ഒരിക്കലും പെർമനന്റ് ആയിട്ടുള്ള ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഓഫർ അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ അഡ്മിഷൻ ഫൈനലൈസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിക്കലി പോയി ഐസറിൽ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് എല്ലാ ഡോക്യുമെന്റ്സും ഇല്ലേ, അതിന്റെ ഫിസിക്കൽ കോപ്പി ആയിട്ട് നിങ്ങൾ ചെന്ന് അത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അഡ്മിഷൻ ഫൈനലൈസ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇനി അടുത്തൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു ഇപ്പോൾ ഓരോ ഡെഡ് ലൈൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. ആ ഡെഡ് ലൈൻ ഏതാ എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ ഇപ്പൊ ആയിട്ടില്ല. ആ ഡെഡ് ലൈൻ ഒന്നും ഇപ്പൊ അനൗൺസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ഡെഡ് ലൈനിന്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റെഗുലർ ആയിട്ട് വിസിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആൻഡ് ഈ യൂട്യൂബ് ചാനലിലൂടെയും ഞാൻ റെഗുലർ അപ്ഡേറ്റ്സ് ഇടുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽസിലൂടെയും അപ്ഡേഷൻസ് അറിയാവുന്നതായിരിക്കും. ആൻഡ് നമ്മളൊരു ഡെഡ് ലൈൻ കാണാതെ അത് കഴിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു കാര്യവും പിന്നീട് നമുക്ക് ചെയ്യാനില്ല എന്നുള്ളതാണ് വെബ്സൈറ്റിൽ പറയുന്നത്. ഇനി നമ്മളുടെ അഡ്മിഷന് നമ്മൾ പങ്കെടുക്കാൻ താല്പര്യമില്ല, കൗൺസിലിംഗിൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിലുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ,
ആപ്ലിക്കേഷൻ പോർട്ടലിൽ വിഡ്രോ ഓഫർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ കൗൺസിലിംഗിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ചെയ്യാം, കംപ്ലീറ്റ്ലി വിഡ്രോ ചെയ്യാം. അത് ഈ പറഞ്ഞ വിഡ്രോ ഓഫർ എന്ന് പറഞ്ഞ പോർട്ടൽ വഴി മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ നേരിട്ട് മെയിൽ അയച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോൺ കോളിലൂടെ നിങ്ങളുടെ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുത്തിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വിഡ്രോവൽ റിക്വസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, വിഡ്രോവലിന് ഒരു റിക്വസ്റ്റ് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ 100% ഷുവർ ആയിരിക്കണം ഈ കൗൺസിലിങ്ങിന് താല്പര്യമില്ല എന്നുള്ളത്. കാരണം ഒരു വിഡ്രോവൽ റിക്വസ്റ്റ് നിങ്ങൾ കൊടുത്താൽ പിന്നെ there is no going back. അത് 100% ഫൈനലാണ്. പിന്നീട് നിങ്ങൾ ഒരിക്കലും കൗൺസിലിങ്ങിന് കൺസിഡർ ചെയ്യുന്നതായിരിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളുടെ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ ആയിട്ടുള്ള 35,000 രൂപ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ വിഡ്രോവലിനുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നത്. സോ എത്രത്തോളം നമ്മളുടെ പൈസ റീഫണ്ട് ചെയ്ത് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ അറിയേണ്ടത് പ്രധാനമായിട്ടുള്ള 2 വിഡ്രോവൽ ഡേറ്റ്സ് ആണ്. ഒന്നാമത്തെ വിഡ്രോവൽ ഡേറ്റ് എന്ന് പറയുന്നത് റൗണ്ട് വൈസ് വിഡ്രോവൽ ഡേറ്റ് ആൻഡ് രണ്ടാമത്തെ വിഡ്രോവൽ ഡേറ്റ് എന്ന് പറയുന്നത് ഫൈനൽ വിഡ്രോവൽ ഡേറ്റ്. ഈ 2 ഡേറ്റ് ഒന്നും ഇപ്പൊ അനൗൺസ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും വെബ്സൈറ്റിലൂടെ ആവും അനൗൺസ് ചെയ്യുന്നത്. ഇതിനനുസരിച്ചാണ് റീഫണ്ട് പോളിസി ഉണ്ടാവുക. റീഫണ്ട് പോളിസി പ്രകാരം ഒരാൾ റൗണ്ട് വിഡ്രോവൽ ഡെഡ് ലൈനിന്റെ മുന്നേ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ 100% പൈസയും കൊടുത്ത് 100% സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് 35,000 രൂപയും ആ സ്റ്റുഡന്റിന് തിരിച്ചു കൊടുക്കുന്നതായിരിക്കും. ഇനി റൗണ്ട് വിഡ്രോവൽ ഡെഡ് ലൈൻ കഴിഞ്ഞു പോയി, പക്ഷേ ഫൈനൽ വിഡ്രോവൽ ഡേറ്റ് ആയിട്ടില്ല, അതിന്റെ ഇടയിലാണ് നമ്മൾ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കുന്നത് എങ്കിൽ ഒരു 10,000 രൂപ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 10,000 രൂപ പെനാൽറ്റി പോലെ ഡെഡ്യൂസ് ചെയ്യും. ഇനി റിസർവ്ഡ് കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 5,000 രൂപയും ഡെഡ്യൂസ് ചെയ്യും. അതായത് 25,000 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് പിന്നെ തിരിച്ചു കിട്ടുള്ളൂ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫൈനൽ വിഡ്രോവൽ ഡെഡ് ലൈനും കഴിഞ്ഞ്, അതായത് ഫൈനൽ വിഡ്രോവൽ ഡെഡ് ലൈൻ എന്ന് പറയുന്നതോട് കൂടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഐസറിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, ശരിയല്ലേ? ആ അഡ്മിഷൻ അതിനുശേഷമാണ് വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കുന്നത് എങ്കിൽ എത്രത്തോളം പൈസ റീഫണ്ട് ചെയ്യണം എന്നുള്ളത് ആക്ച്വലി നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഐസർ ആണ് ഡിസൈഡ് ചെയ്യുക. അതൊരിക്കലും വേറൊരു ഏജൻസി അല്ല. അതായത് നമ്മളുടെ ഈ ഫൈനൽ വിഡ്രോവൽ ഡെഡ് ലൈൻ ഡേറ്റ് കഴിയുന്നതോട് കൂടിയിട്ട് നമ്മൾ അടച്ച സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് ആയിട്ടുള്ള 35,000 രൂപ നമ്മൾ ജോയിൻ ചെയ്യാനിരിക്കുന്ന ഐസറിന്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. പിന്നെ തീർച്ചയായിട്ടും അവരുടെ പോളിസിയുടെ ഭാഗമാണ്. അതായത് ഐസർ തിരുവനന്തപുരത്തിന് ഒരു പോളിസി ഉണ്ടാവും, അതേപോലെ ഐസർ പൂനെക്ക് ഒരു പോളിസി ഉണ്ടാവും. അങ്ങനെ ആ ഐസറിന്റെ പോളിസിക്ക് അനുസരിച്ചാണ് നമുക്ക് എത്ര റീഫണ്ട് കിട്ടുക എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ ഐസറിന്റെ അഡ്മിഷനെ കുറിച്ചും ഐസറിന്റെ കൗൺസിലിംഗ് പ്രോസസ്സിനെ കുറിച്ചും ഒരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെഡ് ലൈൻസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. സോ അവരുടെ വെബ്സൈറ്റിൽ എപ്പോഴും നിങ്ങൾ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് നിങ്ങൾ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അറിയുന്ന അപ്ഡേറ്റ്സ് യഥാസമയം തന്നെ ഞാൻ ഈ വീഡിയോയായിട്ട് ഈ ചാനലിലൂടെ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.